ഞാൻ വിചാരിച്ചത് ഇത് മികച്ചൊരു സ്കോറാണ് എന്ന് തന്നെയാണ്. പേസർമാർക്ക് കുറച്ച് അസിസ്റ്റൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു പിച്ചുമായിരുന്നു. 3 പേസർമാരും 2 റിസ്റ്റ് സ്പിന്നർമാരും വെച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് കരുതി. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ഓഫ് ഡേ ആയിരുന്നു ബൗളിങ്ങിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബൗളിങ്ങിനെക്കുറിച്ച് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണുള്ളത്. ചില ഘട്ടങ്ങളിൽ നന്നായിട്ട് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. എന്നാൽ ചില ഘട്ടങ്ങളിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഓവറോൾ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ ബൗളിങ്ങിൽ വരുത്തേണ്ടതുണ്ട്. കളി കഴിഞ്ഞിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഈ ബൗളിംഗ് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമല്ല എന്ന്. CSKയുടെ ആരാധകർക്ക് ഇപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ വെളിച്ചമല്ല, മറിച്ച് ആശങ്കയുടെ ഇരുളാണ്. എന്താണിനി ഈ ടീമിനെ കൊണ്ട് ചെയ്യുക? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ബാറ്റിംഗ് കഴിഞ്ഞ കളിയിൽ മോശമായിരുന്നു, അത് ശരിയാണ്. അവിടുത്തെ കണ്ടീഷൻ, മഴ പെയ്ത് കുതിർന്നൊരു പിച്ചിലാണ് അന്ന് ബാറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടപ്പോൾ ബൗളിങ്ങിന് ഒരു പരിഹാരവും കണ്ടെത്താനുള്ള ഒരു വഴിയും മുന്നിൽ തെളിയുന്നില്ല. സഞ്ജു സാംസൺ ഇതുവരെ ഫോമിലേക്ക് എത്തിയിട്ടില്ല. പ്രതീക്ഷയുണ്ട് അദ്ദേഹം വരുന്ന കളിയിൽ ഫോമിലായേക്കും. അതേസമയം ഡെവൽഡ് ബ്രേവിസ് വരുമ്പോൾ ബാറ്റിംഗ് ഒന്നുകൂടി ശക്തമാവുകയും ചെയ്യും. ആയുഷ് മേത്രയും അതുപോലെ സർഫ്രാസ് ഖാനും ഒക്കെ പൊളിച്ചടുക്കിയതാണ്. ഇനിയും അതിൻ്റെ കരുത്ത് വർദ്ധിക്കും. പക്ഷേ ബൗളിങ്ങിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? മാറ്റ് ഹെൻറിയൊക്കെ ഇമ്മാതിരി അടി വാങ്ങിക്കൊണ്ടിരുന്നാൽ, ഒരു വിദേശ പേസ് ബൗളറാണ്, വലിയ പ്രതീക്ഷയുള്ള ആളാണ്, ഒന്നും നടക്കുന്നില്ല. നഥാൻ എല്ലിസ് പുറത്തു പോയിട്ട് പകരം വരാനുള്ളതാരാ? സ്പെൻസർ ജോൺസനാണ്. വലിയ പ്രതീക്ഷ അവിടെയും വെക്കേണ്ടതില്ല എന്നർത്ഥം. ചുരുക്കത്തിൽ CSKക്ക് ഇത്തവണ ഈ ബൗളിങ്ങും വെച്ച് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും? ആരാധകർക്ക് ആശങ്കയുണ്ട്.